വെൽക്കം ടു മാക്സിയോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ സീരീസ് സെഷൻ. സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ് 10 ഗോട്ട് 40%, 25 ഗോട്ട് 50%, അങ്ങനെ നമ്മൾക്ക് ഓരോ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ്, 60 സ്റ്റുഡൻസ് ആണ്. വാട്ട് ക്യാൻ you say about the average mark of the remaining students if the class average is more than 58? അല്ലേ? സോ നമുക്ക് എന്താണ്, കമ്പൈൻഡ് ക്ലാസ് ആവറേജ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? സോ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം, കമ്പൈൻഡ് മീനിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ? സോ കമ്പൈൻഡ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഇവിടെ നമ്മൾക്ക് കമ്പൈൻഡ് മീൻ ഓൾറെഡി നമ്മൾ ക്ലാസ് ആവറേജ് 58 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? സോ 58 ആണെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ഓൾറെഡി നമുക്ക് എന്തറിയാം, 10%, 10 got 40%. സോ 10 into 40, അതായത് M1, M2, MN എക്സെട്ര ആണെങ്കിൽ M1 into അതിന്റെ ആവറേജ് അല്ലേ? സോ ഓരോന്നിന്റെയും ഇൻറ്റു അതിന്റെ പെർസെൻറ്റേജ്, ദാറ്റ് ഈസ് 10 into 10 got 50 ആണ്, സോറി 40 ആണ്. സോ 10 into 40 പ്ലസ് 25 into 50 അങ്ങനെ വരുന്നുണ്ടാവും അല്ലേ? സോ പ്ലസ് 25 into 50 പ്ലസ് 10 into 60 പ്ലസ് 5 into 7 പ്ലസ് റിമൈനിങ് എത്ര പെർസെൻറ്റേജ് അപ്പോ നമ്മളുടെ ഉള്ളത്, ടോട്ടൽ നമ്മൾക്ക് എത്ര കുട്ടികളാണുള്ളത്, 60 ആണുള്ളത് അല്ലെ? അതിൽ നമ്മൾക്ക് 10 പ്ലസ് 25 35 45, ഇവിടെ 50 കുട്ടികളുള്ളത് നമ്മൾക്ക് കണക്ക് കിട്ടി അല്ലെ? ബാക്കിയുള്ളതിന്റെയാണ് നമ്മൾക്ക് കിട്ടുന്നത്. സോ 50 കുട്ടികൾ റിമൈനിങ് എത്ര ഉണ്ടാവും, 10 ഉണ്ടാവും. സോ 10 into അതിന്റെ കറസ്പോണ്ടിങ് എത്ര പെർസെൻറ്റേജ് എന്നുള്ളതാണ്. സോ അതിന് ഞാൻ എന്തെടുക്കുന്നു, ഒരു എക്സ് ആയിട്ട് എടുക്കുന്നു അല്ലെ? ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പേഴ്സ്, ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ 60 അല്ലെ? സോ ഇവിടെ നമ്മൾക്ക് ഇതാണ് നമ്മൾക്ക് എന്ത്, കമ്പൈൻഡ് മീനിന്റെ ഇക്വേഷൻ. സോ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് 58 into 60 will be equal to 400 plus 25 into 5 is 125. So 1250 plus 600 plus 7 5s are, so this is 70 ആണ്. So 7350 plus 10x അല്ലേ? സോ അവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ ദാറ്റ് ഈസ് this will be equal to എന്തായിരിക്കും, 3480 മൈനസ് ഇതിന്റെ ടോട്ടൽ സം will be equal to 2600 will be equal to എന്തായിരിക്കും, 10x ആയിരിക്കും അല്ലേ? സോ എക്സ് വിൽ ബി ഈക്വൽ ടു മൈനസ് ചെയ്യുമ്പോൾ 880 ആണ് വരിക. സോ ഡിവൈഡഡ് ബൈ 10 വരുമ്പോൾ 88 അല്ലേ? സോ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 88 എന്ന് കിട്ടി. സോ 88 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ലെസ് ദാൻ 55 എന്നുള്ളത് തെറ്റി. ഇറ്റ് ഇസ് ഈക്വൽ ടു 80 അല്ല, ഇറ്റ് ഇസ് മോർ ദാൻ 80 ബട്ട് ലെസ് ദാൻ 90. നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 88% ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ? സോ ദാറ്റ് ഈസ് മോർ ദാൻ 80 ബട്ട് ലെസ് ദാൻ 90 ആയിരിക്കും നമ്മൾക്ക് ആൻസർ വരുന്നത്. Next question, if arithmetic mean and coefficient of variation in percentage of x are 20 and 20 respectively, then what is the variance of y is equal to 10 minus 2x? അല്ലേ? So coefficient of variation ആണല്ലോ. So coefficient of variation equal to standard deviation divided by arithmetic mean into 100 ആണ് അല്ലേ? സോ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ വാല്യൂ നമ്മൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എത്രയാണ്, 20 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റാൻഡേർഡ് അരിത്തമെറ്റിക് മീൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണല്ലേ തന്നിരിക്കുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയില്ല. ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീനും നമ്മൾക്ക് എന്ത് തന്നെയാണ്, 20 തന്നെയാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് അല്ലെ? ഡിവൈഡഡ് ബൈ 20 into 100. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, 4 ആയിരിക്കും അല്ലെ? ഇനി നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, വേരിയൻസ് ആണ്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഇതെന്താ, നമ്മൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ് അല്ലെ? സോ ദാറ്റ് ഈസ് നമ്മൾക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് എന്തായിരിക്കും, അതിന്റെ സ്ക്വയർ ആയിരിക്കും അല്ലെ? സോ 14 സ്ക്വയർ നമ്മൾക്ക് എന്ത് കിട്ടി, 16 എന്ന് കിട്ടി. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് വേരിയൻസ് ഓഫ് എക്സ് അല്ല, പകരം വേരിയൻസ് ഓഫ് വൈ ആണ്. ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് 10 മൈനസ് 2x ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 10 മൈനസ് 2x എന്ന് പറയുമ്പോൾ വേരിയൻസ് ഓഫ് 10 ഒരു കോൺസ്റ്റന്റ് 0 ആണ്.
ആൻഡ് -2 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്ന് വരും അല്ലേ. സോ -2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. സോ 4 ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് 16 എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. സോ 16 ഇൻറ്റു 4 ഇസ് 64. സോ ഓപ്ഷൻ നമ്മൾക്ക് ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരുന്നത്. Next, what is the mean of the following distribution? X ഉം fx of corresponding fx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്നത്. എക്സും എഫും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ കണ്ടുപിടിക്കാൻ വിത്ത് ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ മീൻ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? സമ്മേഷൻ x into corresponding frequency f divided by sum of the frequencies, total number അല്ലേ. സോ സമ്മേഷൻ x into f of x എന്ന് പറയുമ്പോൾ 1 into 1 plus 2 into 2 2 square plus 3 into 3 3 square plus etc plus എന്ത് വരും? n square വരുന്നുണ്ടാവും ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ദാറ്റ് ഈസ് 1 plus 2 plus etc plus n. ഇപ്പൊ ന്യൂമറേറ്ററിൽ നമ്മൾക്ക് എന്താ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ ദാറ്റ് ഇസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്നുണ്ടാവും. ആൻഡ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആണ് ഉണ്ടാവുക അല്ലേ. സോ ഈ n ഉം n പ്ലസ് 1 നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഇസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്തുണ്ടാവും? 6. ന്യൂമറേറ്ററിൽ ഒരു 2 ഉണ്ടാവും. സോ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 എന്നുണ്ടാവും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മൾക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് x takes values 0, 1, 2 and 3 വിത്ത് റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മീൻ ഓഫ് y, എക്സിന്റെ വാല്യൂസ് ആണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. എക്സ് എന്തൊക്കെയാണ്? 0, 1, 2 and 3 വിത്ത് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എന്തൊക്കെയാണ്? 0.1, 0.3, 0.5 and 0.1. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് മീൻ ഓഫ് y ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ ഓഫ് y കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സും വേണം. ആൻഡ് മീൻ ഓഫ് y കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വലി നമുക്ക് ഇവിടെ എന്തൊക്കെ വേണം? മീൻ ഓഫ് y ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് y ആണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2x ആണ് അല്ലെ. സോ എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 ടൈംസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കണം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ സെക്കൻഡ് മൊമെന്റും കണ്ടുപിടിക്കണം അല്ലെ. ഇപ്പൊ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാം. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സമ്മേഷൻ ഡിസ്ക്രീറ്റ് വേരിയബിൾ ആകുമ്പോൾ എക്സ് ഇൻറ്റു പി ഓ കറസ്പോണ്ടിങ് പി ഓഫ് എക്സുകളാണ്. സോ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു 0.1 പ്ലസ് 1 ഇൻറ്റു 0.3 പ്ലസ് 2 ഇൻറ്റു 0.5 പ്ലസ് 3 ഇൻറ്റു 0.1. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 1 ഇൻറ്റു 0.0 ആണ്. ദിസ് ഇസ് 1 ഇൻറ്റു 0.3 0.3, 2 ഇൻറ്റു 0.5 ഇസ് 1 പ്ലസ് 0.3 അല്ലേ. സോ ദാറ്റ് ഇസ് 1.6 എന്ന് വന്നു. ഇനി നമുക്ക് എന്ത് വേണം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. സോ സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് 0 പ്ലസ് 1 സ്ക്വയർ ഇസ് 1 ഇൻറ്റു 0.3 പ്ലസ് 2 സ്ക്വയർ ഇസ് 4 ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.5 പ്ലസ് 3 സ്ക്വയർ 9 ഇൻറ്റു 0.1 അല്ലേ. സോ ദാറ്റ് ഇസ് 0 ആയി 0.3 plus 4 5 20 so 2 plus 0.9 അല്ലേ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 3.2 എന്ന് വന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. സോ എക്സ്പെക്ടേഷൻ ഓഫ് y കണ്ടുപിടിക്കാൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 ടൈംസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമ്മൾക്ക് 32 വന്നു മൈനസ് 2 ടൈംസ് 1.6 അല്ലെ. സോ നമുക്ക് എന്ത് വന്നു? എക്സ്പെക്ടേഷൻ ഓഫ് y ഇസ് ഈക്വൽ ടു 32 അല്ല 3.2 ആണ്. സോ 3.2 മൈനസ് എന്ത് വരും? 3.2 minus 3. ഓക്കെ എക്സ് സ്ക്വയർ പ്ലസ് ആണ് അല്ലെ. സോ ദിസ് ഇസ് പ്ലസ്. ഇവിടെ നമ്മൾക്ക് പ്ലസ് ആണ് വരിക. സോ ദാറ്റ് ഇസ് 6.4
സോ ഓപ്ഷൻ ഡി ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരുന്നത്. Next question, if expectation of x, expectation of y, variance of x, variance of y, covariance of x and y എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ z ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 3x plus 2y എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് z കണ്ടുപിടിക്കണം, വേരിയൻസ് ഓഫ് z കണ്ടുപിടിക്കണം അല്ലേ? സോ എക്സ്പെക്ടേഷൻ ഓഫ് z നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് 3x plus 2y അല്ലേ? സോ അഗെയിൻ ലീനിയാരിറ്റി പ്രോപ്പർട്ടി പ്രകാരം 3 into expectation of x plus 2 into expectation of y. So 3 into expectation of x എത്രയാണ്? 2. So 3 into 2, 6 plus 2 into expectation of y എന്ന് പറയുന്നതും again നമുക്ക് എന്ത് വരും? 2 into 3, 6. So 6 plus 6 നമുക്ക് 6 plus 6 12 ആണ് അല്ലേ? സോ നമുക്ക് എന്ത് വന്നു? എക്സ്പെക്ടേഷൻ ഓഫ് z 12 വന്നു. പക്ഷെ എക്സ്പെക്ടേഷൻ ഓഫ് z 12 ഉള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ വേരിയൻസ് ഓഫ് z കണ്ടുപിടിക്കണം. സോ വേരിയൻസ് ഓഫ് z ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് 3x plus 2y ആണ് അല്ലേ? സോ വേരിയൻസ് ഓഫ് 3x plus 2y എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? കോവേരിയൻസ് തന്നിട്ടുണ്ട്. അപ്പൊ എക്സും വൈയും റിലേറ്റഡ് ആണ്. സോ ദാറ്റ് ഇസ് 3 square is 9. So 9 into variance of x plus 4. 2 square is 4. So 4 into variance of y plus 2 into a into b. 2ab. So that is a into b is 3 into 6 ആണ്. So 2 into 6 into covariance of x, y എന്ന് വരും അല്ലേ? സോ ഇനി ഓരോന്നിന്റെയും വാല്യൂസ് അറിയാം. സോ 9 into 2 plus 4 into 3 plus 6 2s are 12 into 1 അല്ലേ? So 9 2s are 18 plus 4 3s are 12, then again 12. സോ അപ്പൊ നമുക്ക് എന്ത് വരും? അതിന്റെ വാല്യൂ വരുന്നത് 68 ആണോ? വേരിയൻസ് ഓഫ് എക്സിന് പകരം നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ്പെക്ടേഷന്റെ വാല്യൂസ് ആണ് അല്ലെ? നമുക്കൊന്ന് മാറ്റാം. അത് 9 into വേരിയൻസ് ഓഫ് എക്സ് ആണ്. സോ 9 into വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 9 into 2 പ്ലസ് 4 into വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത് 5 ആണ്, പ്ലസ് 12 into കോവേരിയൻസ് അല്ലെ? സോ ദാറ്റ് ഇസ് 9 2s are 18, 4 5s are 20 plus 12. So that is equal to ഇവിടെ 68 അല്ല 60 ആണ് കേട്ടോ ആൻസർ വരുന്നത് അല്ലെ? സോ 12 and 60 ഓപ്ഷൻ സിയിൽ നമ്മൾക്ക് 12 and 60 എന്നാക്കാം. അത് 12ഉം 60ഉം ആണ് നമ്മൾക്ക് ആൻസർ വരുന്നുണ്ടാവുക അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ CDF ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഇസ് f of x is equal to 1/2, 5/6 and 1 ആണ്. അങ്ങനെയാണെങ്കിൽ f of 2 ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? സോ f of 2 will be equal to എന്തായിരിക്കും? Capital F of 2 plus minus capital F of 2 minus അല്ലെ? സോ f of 2 plus എന്ന് പറയുമ്പോൾ നമുക്ക് fന് 2നേക്കാൾ വലിയ വാല്യൂ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ഏതാ എടുക്കുന്നത്? അവിടെ 5/6 ആയിരിക്കും ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ. ആൻഡ് 2നേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ 1/2 ആണ്. സോ 5/6 minus 1/2. സോ നമുക്ക് എന്ത് വരും? 5 minus 3. സോ 2/6 എന്ന് വരും അല്ലെ? സോ 2/6 is 1/3. So 1/3 is option B. So option B ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരിക. Next, x ഒരു റാൻഡം വേരിയബിൾ ആണ്. ഹാവിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ f of x is equal to 0, x less than 0 ആണെങ്കിൽ 0, x plus 1/8 and 1 ഇങ്ങനെ 3 രീതിയിലാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് 0 less than x less than or equal to 0.5 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? സോ 0 less than x less than പ്രോബബിലിറ്റി ഓഫ് നമ്മൾക്ക് ജനറലൈസ് ചെയ്തിട്ട് എങ്ങനെ പറയാം? പ്രോബബിലിറ്റി ഓഫ് a less than x less than or equal to b കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? f of b minus
എഫ് ഓഫ് എ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എഫ് ഓഫ് 0.5 മൈനസ് എന്ത് ചെയ്യാം, എഫ് ഓഫ് 0 കണ്ടുപിടിച്ചാൽ മതി. സോ എഫ് ഓഫ് 0.5 0.5നോട് ഈക്വൽ ആവുന്നതാണ്. 0.5നോട് ഈക്വൽ ആവുന്നത് എപ്പോഴാ, ഇത് ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ ഇസ് 1. സോ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0നോട് ഈക്വൽ ആവുന്ന ഇക്വാലിറ്റി ഉള്ളത് ഏതില്ല, എക്സ് പ്ലസ് 1. എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. സോ 0 പ്ലസ് 1/8 എന്ന് വരും അല്ലെ. സോ ദാറ്റ് ഇസ് 1 minus 1/8. So 1 minus 1/8 is 8 minus 1, 7/8. So 7/8 is option D ആണ് നമ്മൾക്ക് ആൻസർ വരിക. Next, if a random variable x has the probability density function as shown below. So f of x is equal to 1/4 ആണ്. x എവിടെ നിന്ന് എവിടെ വരെയാണ്, -2 മുതൽ 2 വരെയാണെങ്കിൽ ആൻഡ് 0 അതർവൈസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി എന്താ, എക്സ് ലെസ് ദാൻ 1ലെ പ്രോബബിലിറ്റി ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് ലെസ് ദാൻ 1ലാകുമ്പോൾ -∞ മുതൽ 1 വരെയാണ്. പക്ഷെ -∞ മുതൽ 1 വരേക്ക് പകരം നമുക്ക് എന്തെടുത്താൽ മതി, -2 മുതൽ 1 വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. കാരണം ബാക്കി എല്ലായിടത്തും എന്താണ്, ഫംഗ്ഷൻ 0 ആണ്. ഇൻറ്റു ഓഫ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെ. സോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ -2 മുതൽ 1 വരെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്, 1/4 ആണ് ഡി എക്സ്. സോ 1/4 ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി. സോ 1 മൈനസ് -2 എന്ന് വരും. സോ ദാറ്റ് ഇസ് നമുക്ക് എന്ത് വന്നു, 3/4 എന്ന് വന്നു അല്ലെ. സോ 3/4 ഇസ് ഓപ്ഷൻ ബി ആണ് നമ്മൾക്ക് ആൻസർ വരുന്നത്. Next question, the random variable x has Poisson distribution and p of x is equal to 1 equal to p of x is equal to 0. അങ്ങനെയാണെങ്കിൽ the variance of x ആണ് കണ്ടുപിടിക്കേണ്ടത്. So p of capital X is equal to 1 is equal to 2 times p of x is equal to 0 അല്ലെ. സോ എക്സിന് പോയിസൺ റാൻഡം വേരിയബിൾ ആണ് എന്ന് നമ്മൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ എക്സ് ഫോളോസ് പോയിസൺ റാൻഡം വേരിയബിൾ വിത്ത് ലാംഡ ആണ് എങ്കിൽ അതിന്റെ പി ഓഫ് എക്സ് അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും, ഇ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ അല്ലെ. സോ എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഇ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ വിൽ ബി ഈക്വൽ ടു 2 times e raised to minus lambda, lambda raised to 0 divided by 0 factorial. So e raised to lambda, e raised to minus lambda cancel ചെയ്തു പോയി. So lambda is equal to lambda raised to 0, anything raised to 0 എന്താണ്, 1 ആണ് അല്ലെ. 0 ഫാക്ടോറിയലും 1 ആണ് അല്ലെ. 0 ഫാക്ടോറിയൽ 0 അല്ല, പകരം എന്താണ്, 1 ആണ്. 1 ഫാക്ടോറിയൽ നമുക്ക് എന്ത് തന്നെയാണ്, 1 തന്നെയാണ് അല്ലെ. സോ നമ്മൾക്ക് ലാംഡ is equal to നമുക്ക് എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലാംഡയുടെ വാല്യൂ അല്ല, പകരം വേരിയൻസ് ആ. പക്ഷെ പി എക്സ് ഫോളോസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് ലാംഡ പാരാമീറ്റർ ആണ് എങ്കിൽ അവിടെയുള്ള അതിന്റെ മീനും അതുപോലെ തന്നെ അതിന്റെ വേരിയൻസും രണ്ടും എന്ത് തന്നെയായിരിക്കും, ലാംഡ തന്നെയായിരിക്കും അല്ലെ. സോ നമുക്ക് എന്ത് വരും, ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരും. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. അപ്പൊ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ടുഗദർ വിത്ത് അതിന്റെ പോസിബിൾ ആയിട്ടുള്ള മീൻ വാല്യൂസ്, മീൻ ആൻഡ് വേരിയൻസ് വാല്യൂ ആണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ബൈനോമിയൽ ഉണ്ട്, പോയിസൺ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് എളുപ്പം പറയാൻ പറ്റുന്നത് എന്താ, പോയിസൺ ആണ് എങ്കിൽ അതിന്റെ മീനും വേരിയൻസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലെ. സോ മീൻ ഈസ് ഈക്വൽ ടു വേരിയൻസ് ആവുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. മീനും വേരിയൻസും ആവുന്നത് എവിടെയാണ്, ഇവിടെയാണ് അല്ലെ. സോ ഇത് എ ബി സി എന്നാണ്, എ ബി സി ആണ്. സോ പോയിസൺ എന്തിലേക്കാ മാപ്പ് ചെയ്യുന്നത്, ദിസ് ഇസ് 1 2 and 3 അല്ലെ. സോ 3 is mapping to B. 3 ബിയിലേക്ക് മാപ്പ് ചെയ്യുന്നത് ഏത് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ അല്ലെ. സോ എന്ത് വരും, നമ്മൾക്ക് ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾക്ക് ഇവിടെ ആൻസർ വരുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലോ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ വരിക, എൻ പി ആണ് അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബൈനോമിയൽ ആണെങ്കിൽ അതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻ പി ആയിരിക്കും. അതിന്റെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എൻ പി ക്യൂ ആണ്, ദാറ്റ് ഇസ് 1 മൈനസ് പി അല്ലെ. ഇനി ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലോ, ഗാമയാണ് എങ്കിൽ അതിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ബീറ്റ ആയിരിക്കും. അതുപോലെ തന്നെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നതോ ആൽഫ ബീറ്റ സ്ക്വയറും ആയിരിക്കും അല്ലെ. സോ ഇത് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കറക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഡയറക്റ്റ്ലി നമ്മൾക്ക് ഒറ്റ ഒരു ഉത്തരം, അതായത് പോയിസന്റെ കേസ് മാത്രം അറിയാമെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത്
നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ടാവും അല്ലേ? സോ ഇത്രയാണ് നമ്മൾക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക്